ഹലോ, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഡേ ഇൻ മൈ ലൈഫ് ഫുള്ളില്ല കേട്ടോ, ഒരു ചെറിയൊരു വീഡിയോ. എൻ്റെ രാവിലെ തൊട്ടിട്ട് ഉച്ച വരെയുള്ള ആരില്ലാത്തൊരു ദിവസം ഇവളെ ഞാൻ എങ്ങനെയാണ് മേക്കണേന്നുള്ളത്. മേക്കേണ്ട കുഴപ്പമൊന്നുമില്ല കേട്ടോ, ആൾ അടിപൊളിയാണ്. ആൾ നമ്മുടെ ഇഷ്ടത്തിന് നിൽക്കില്ല, ആളുടെ ഇഷ്ടത്തിന് നമ്മൾ നിൽക്കണം. പിന്നെ എന്നും വിചാരിക്കും ഓരോ വീഡിയോ എടുക്കാമെന്ന്, പക്ഷേ എൻ്റെ സാഹചര്യം കൊണ്ട് എനിക്ക് പറ്റാതെ. മെയിൻ കാരണം അതും അവൾ തന്നെയാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് ഞാനൊന്ന് വർക്കൗട്ടൊക്കെ ചെയ്ത് എൻ്റെ ഒരു ഗ്രീൻ ടീ കുടിച്ചു. പിന്നെ വിത്തൗട്ട് കോഫി ഒക്കെ കഴിഞ്ഞ് സെറ്റായി ഞാൻ അവളുടെ ബോട്ടിലൊന്ന് കഴുകാനായിട്ട് വെച്ചു. അത് കഴിഞ്ഞ് അതൊന്ന് തിളപ്പിക്കണം. അതിൻ്റെ ഇടയിൽ വന്നേക്കണം പുള്ളിക്കാരി എന്തോ മൈലാഞ്ചിറ്റൂന്ന് പേനോണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ചോറ് വയ്ക്കാനായിട്ട് വെള്ളം വെച്ചു. വീണ്ടും വന്നേക്കണ്. ഫ്രിഡ്ജിലൊന്നുമില്ലാന്ന് അറിഞ്ഞാലും വീണ്ടും വന്ന് എന്നോട് ചോദിക്കും, അമ്മേ ഫ്രിഡ്ജിൽ എന്താ ഇരിക്കുന്നതെന്ന് ചോദിക്കും. ഇന്നിപ്പോൾ അത് ബോട്ടിലാണ് നോക്കി വെച്ചിരിക്കുന്നത്. എവിടെന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു വട്ടം കണ്ടു കഴിഞ്ഞാൽ അറിയാം അതെവിടെയോ ഒളിപ്പിച്ച് വെച്ചതെന്ന് വെച്ചാൽ കറക്റ്റ് അറിയാം. എന്നും വന്ന് അതിൻ്റെ ഉള്ളിൽ ഒരു ദിവസം 3-4 നേരം വന്ന് തുറന്ന് നോക്കണം. അത് ആരോടാണെങ്കിലും പറഞ്ഞ് അത് ആളെന്നെ പറയും, അമ്മ എനിക്ക് അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ലാന്നൊന്ന് കാണിച്ചു തരും. കണ്ടില്ലെങ്കിൽ ആൾക്കൊരു സമാധാന കുറവാണ്. അപ്പം ഞാൻ ഫിഷൊക്കെ കട്ട് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചു. അത് കഴിഞ്ഞ് ഞാനിന്ന് കുറച്ച് നേരം അവളെ പോയി നോക്കണം. ഇല്ലെങ്കിൽ മെയിനായിട്ടും ആൾ എന്തെങ്കിലുമൊക്കെ വലിച്ചു വാരിയിടും. കാരണം ആരില്ലാത്ത കാരണോട് ആൾക്ക് അധികം മെസ്സാക്കി ഇടാറില്ല, എന്നാലും ആൾ ഇത്തിരി കുറുമ്പ് കൂടുതലാണ് ആൾക്ക്. അത് കഴിഞ്ഞ് എൻ്റെ ഫിഷൊക്കെ സെറ്റാക്കി ആളുടെ ബോട്ടിലൊക്കെ ഞാനെടുത്ത് വെള്ളമൊക്കെ വെച്ച് അത് കത്തിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ കൂടെ വീണ്ടും വന്നിരിക്കുക. ആരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മെയിനായിട്ടും ഈ കിച്ചണിൽ ഇവിടെ കൊണ്ടിരുത്തും. ഞാൻ എന്ത് ചെയ്യണമെങ്കിലും എൻ്റെ മുന്നിലുണ്ടാവുമല്ലോ. അല്ലെങ്കിൽ ആൾ വന്നിരിക്കും. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം വെള്ളം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കളിച്ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആൾ കുക്ക് ചെയ്യാന്നാണ് പറയുക. പിന്നെ ഞാൻ എന്തെങ്കിലും വെജിറ്റബിൾസൊക്കെ അരിയാണെങ്കിൽ അതിലിടാൻ പറയും. എന്നിട്ട് ആൾക്കതിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സ്പൂണോ ഒക്കെ വെച്ച് ഇങ്ങനെ നമ്മളിപ്പോൾ കറി വയ്ക്കുന്നതൊക്കെ കാണില്ലേ, അപ്പം മെയിനായിട്ട് ആൾ പറയും ഞാൻ കറി വയ്ക്കാം. പിന്നെ ഞാൻ ഇന്ന് ബീട്രൂട്ടാണ് കേട്ടോ അതായത് ഞാൻ കഴിക്കാനായിട്ട് വെച്ചത്. അവർക്ക് ഞാൻ രസമാണ് വെച്ചത് കേട്ടോ. രസം, ഫിഷ് ഫ്രൈ, പിന്നെ രാവിലെ അമ്മ പോകുമ്പോൾ കടലക്കറി വെച്ചിട്ടുണ്ടായിരുന്നു. ആ കടലക്കറി ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ രാത്രിക്ക് അധികം ഇങ്ങനെ ചോറുണ്ണുന്ന പരിപാടിയില്ല. മെയിനായിട്ട് ചപ്പാത്തിയോ എന്തെങ്കിലുമൊക്കെയാണ്. ഞാൻ രാത്രിയാകുമ്പോൾ ഞാൻ എന്തായാലും മിക്കതും പനീർ വെച്ചിട്ടോ അല്ലെങ്കിൽ ചിക്കൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ വെറൈറ്റി ഇഷ്ടം. പിന്നെ ചിക്കൻ കറി വെക്കുന്നത് ഉച്ചയ്ക്ക് കറി മാത്രം കഴിക്കാൻ ഇഷ്ടം. പിന്നെ ആദ്യക്ക് പിന്നെ പിറ്റേ ദിവസം വല്ല പുട്ടോ അപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പം എനിക്കാണെങ്കിൽ സ്റ്റീം ചെയ്തിട്ടുള്ള ഫുഡാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ അത് തന്നെയല്ല, എനിക്കിങ്ങനെ സ്റ്റീം ചെയ്ത് അങ്ങനെ മടി വരുന്ന ദിവസം ഞാൻ എന്ത് ചെയ്യുന്ന ചെയ്തൊക്കെ ചോപ്പറിൽ വെച്ച് കട്ട് ചെയ്ത് ഇതിലേക്ക് കുറച്ച് ഇതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ വേവിക്കും. എനിക്ക് അങ്ങനെ കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സാലഡൊക്കെ അരിയാൻ ഭയങ്കര മടിയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റൊക്കെ ആണെങ്കിൽ വെറുതെ അതിൻ്റെ ക്ലീൻ ചെയ്ത് കടിച്ച് തിന്നും. അങ്ങനെ എൻ്റെ തുണികളൊക്കെ ഇട്ട് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അവൾക്ക് ദോശ ഒരെണ്ണം ചുട്ടു. കാരമൽ ദോശ കേട്ടോ. രാവിലെ അവളൊരു വലിയ ബോട്ടിൽ പാലാണ് കുടിക്കുക. അപ്പോൾ അത് കുടിച്ച് കഴിഞ്ഞ് കുറച്ച് നേരത്തേക്ക് വിശപ്പ് ഉണ്ടാവില്ല. അത് കഴിയുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുത്താൽ ചിലപ്പോൾ തിന്നും, ചിലപ്പോൾ തിന്നില്ല. അങ്ങനെയാണ് ആൾക്ക് തോന്നണം. അങ്ങനെയാണ് മെയിനായിട്ട്. അങ്ങനെ ഞാൻ എൻ്റെ ഫിഷ് ഫ്രൈ ഒക്കെ വറുത്തു. അതൊക്കെ ടേബിളിൽ കൊണ്ടുവച്ചു. അതിനിടയിൽ വീണ്ടും വന്നെൻ്റെ ചീത്ത പറയുന്നുണ്ട്. സോയം ചീത്ത പറഞ്ഞ് ആൾ പോയി. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ വന്നു. എൻ്റെ കിച്ചണൊക്കെ ഞാൻ ഫുൾ ക്ലീൻ ചെയ്തു. കാരണം എനിക്ക് കിച്ചൺ കഴിയുന്നത് വേഗം ക്ലീൻ ചെയ്തിടണം. എനിക്ക് അല്ലെങ്കിൽ ഭയങ്കര ഇരട്ടി പണിയായിരിക്കും. കാരണം ഞാനത് എന്താ ചെയ്യാതിരിക്കുമ്പോഴായിരിക്കും അവൾ തന്നെ വിളിച്ചിട്ട് ചെന്നില്ല ഭയങ്കര വാശിയായിരിക്കും. അങ്ങനെ ലഞ്ച് ഒക്കെ സെറ്റായി. ചോറ് അടുപ്പിലാണ്, അത് വാർന്നു വെച്ചിട്ടില്ല. അങ്ങനെ ഞാൻ റൂമിലേക്ക് വന്നു. എണിക്കുമ്പോൾ ഞാൻ കൈയോടെ ക്ലീൻ ചെയ്തിടാറുണ്ട്. അവളൊക്കെ എണിക്കുമ്പോൾ. പക്ഷെ ഇന്നാരില്ലാത്ത അങ്ങനെ ഞാൻ റൂമൊക്കെ ഫുൾ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ടു. അടിച്ചുവാരി ക്ലീൻ ചെയ്തിട്ടു. എല്ലാതും നോക്കി കറക്റ്റ് വയ്ക്കണം. അവളല്ലെങ്കിൽ ചോദിക്കും, അമ്മ അത് ഇവിടെ. അപ്പോൾ ഓരോ സാധനങ്ങൾ ഇരുന്നിരുന്ന ആൾക്ക് എവിടെയാണെന്ന് നന്നായിട്ട് അറിയാം. അങ്ങനെ റൂം ക്ലീൻ ചെയ്യുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞാൻ ഒരു കുളി പാസ്സാക്കിയിട്ട് വരാം.
മെയിനായിട്ട് ഇന്ന് ഹെയർ ഡേ ആണ് കേട്ടോ. അതായത് ഹെയർ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യും. അങ്ങനെ ഡെയിലി ഷാമ്പൂ അങ്ങനെയൊന്നും ഇപ്പോൾ ചെയ്യില്ല, കാരണം ബോട്ടോക്സ് ചെയ്ത് അധികം ആയിട്ടില്ല. പിന്നെ ഫുൾ ഡാമേജ് ആണ്. കളർ ചെയ്ത് ഞാൻ തന്നെ ഡാമേജ് ആക്കി, കളർ ചെയ്യണ്ടെന്ന് വിചാരിക്കും. പക്ഷേ എനിക്കിങ്ങനെ കളർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. മുടി എന്തോ ഈ അടുത്ത് തുടങ്ങിയിട്ടുള്ളതാണ്. കുറേ കളർ അടിച്ച് മുടിയൊക്കെ ഒരുവിധം ഡാമേജ് ആയി. അങ്ങനെ ഞാൻ ഡൈല്യൂട്ട് ചെയ്ത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഷെസ്കോഫിൻ്റെ ഷാമ്പൂ കേട്ടോ. അടിപൊളിയാണ്. എനിക്കതൊരു ഓഫറിന് കിട്ടിയതാണ്. പ്ലസ് അതിൻ്റെ കൂടെ എനിക്ക് അവിടെ സ്പാ ക്രീമും കിട്ടിയിട്ടുണ്ട്. ഞാൻ ഹെയർ വാഷ് ചെയ്യുന്ന ദിവസം വാഷ് ചെയ്ത് പ്ലസ് ഞാൻ അന്ന് തന്നെ ഒരു സ്പാ ചെയ്യും. അമ്മ എനിക്ക് സ്പാ ചെയ്ത് തരാറുണ്ട്. പക്ഷെ അമ്മയില്ലാത്തതുകൊണ്ട് എനിക്ക് സ്പാ ചെയ്യാൻ അങ്ങനെ ഗുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായി. എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. അപ്പം അത്രേ ഉള്ളൂ. ബൈ.